ഓക്കെ, അപ്പൊ നമ്മൾ ചിഹ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കുറച്ച് ചിഹ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കട്ടാക്കിയത് അല്ലേ? ഓക്കെ, അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഊ എന്ന ചിഹ്നമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? ഊ ഊ. അപ്പൊ മൊത്തം നമ്മൾ എത്ര ചിഹ്നങ്ങൾ പഠിച്ചു? ആ, ഈ, നെക്സ്റ്റ് ഉ ഊ. ഒന്നെല്ലാം മൊത്തം ഒന്ന് സ്ലേറ്റിൽ എഴുതിയ മക്കളെ നോക്കട്ടെ, നമുക്ക് എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ എഴുതിയത് ആ എന്ന ചിഹ്നം. മിസ്സിന് ഇവിടെ നല്ല വൃത്തി എഴുതാൻ പറ്റുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഇ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ചുരുക്കുവള്ളി. ഓക്കെ, നെക്സ്റ്റ് ഉ. അടുത്തത് നമ്മൾ പഠിച്ചത് ഊ. ഓക്കെ, ഇത്രയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത് വെച്ച് ഓരോ വാക്കുകൾ നമ്മൾ എഴുതി അല്ലേ? കുറെ വാക്കുകൾ എഴുതിയില്ലേ? ഓക്കെ, ഇതൊക്കെ പുലി. നെക്സ്റ്റ് വൺ പൂവ് അല്ലേ? പേജ് നമ്പർ 14. പുലി, പൂവ്, പുര, മുന. മിസ്സിന്റെ ഉള്ളതാണ് മുന, പൂരി. അപ്പൊ ഊച്ചിനാണ്. നെക്സ്റ്റ് നൂല്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഊ എന്ന ചിഹ്നവും ക്ലിയർ ആണോ? ഓക്കെ, ഇത് നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലേ? അപ്പൊ അടിയിൽ എന്താ എഴുതി നോക്കിയേ? ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. വായിച്ചു നോക്കിയേ, പുലി അല്ലേ? പുല്ല്. ഇതൊക്കെ എഴുതുമ്പോ ഏതാ? പാക്ക് ഊ ചിഹ്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? തിന്നും കണ്ടോ? താക്ക് ഈ എന്ന ചിഹ്നം ഇട്ടിട്ടുണ്ട്, ഇന്ന എഴുതിയിട്ടുണ്ട്, ഊ ചിഹ്നം ഇട്ടിട്ടുണ്ട് അല്ലേ? തിന്നും. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. ഓക്കെ ആണോ? ഓക്കെ, ഇതെന്താണ് കാണുന്നുണ്ടോ? നിങ്ങളെ മക്കൾ കാണുന്നുണ്ടോ? യെസ്. ഓക്കെ, ഇവിടെ ആണ് കണ്ടോ ചിഹ്നങ്ങളെ? കാണുന്നില്ലേ മക്കളെ? ഫസ്റ്റ് വൺ ആ. ഓക്കെ, ആ അല്ലേ? ചിഹ്നം കണ്ടോ ഇവിടെ? ഏതാണ്? ആ എന്ന ചിഹ്നം കണ്ടോ? ഇവിടെ എഴുതുന്നത് കണ്ടോ? ആ. ഓക്കെ, നെക്സ്റ്റ് മാ. നെക്സ്റ്റ് ചാ, താ. ഇത് കണ്ടോ ഇവിടെ എഴുതുന്നത് ചിഹ്നങ്ങൾ എങ്ങനെയാണെന്ന്? മാ. നമ്മൾ പഠിച്ചല്ലേ ഇത്? ഓക്കെ, ഇതേതാ സാധനം? മാ അല്ലേ? ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാ എഴുതിയത്? ഏതൊക്കെയാ വൈക അവിടെ ഉള്ളത്? ഏതൊക്കെ ചിഹ്നങ്ങളാ അവിടെ ഉള്ളത്? ഒന്ന് വായിച്ചേ. കാ. നെക്സ്റ്റ് മാ. നെക്സ്റ്റ് അല്ലേ? ആന്നുള്ള ചിഹ്നം കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഉദാഹരണ എക്സാമ്പിൾ ആയിട്ട് കാ, മാ, ച. ഈ 3 അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, എന്തായിട്ടത് ഷാസിലെ? എന്താ അത്? വായിക്കോ ഷാസിലെ. ഇപ്പൊ എഴുതിയത് എന്താ? ഇതെന്താ?
ഏതാ ചിഹ്നം? ഇതേതാ? കാണുന്നില്ലേ? ഇതല്ല ഷാസിലെ, അടുത്തത് അതിന് തൊട്ട് മുന്നേ എഴുതിയാ വെച്ച് ആ. നെക്സ്റ്റ് വൺ എന്താ? അല്ലേ? അപ്പൊ ആ എന്ന ചിഹ്നം കണ്ടോ? ഓക്കെ, പറഞ്ഞോ. സൗണ്ട് കേൾക്കണോ? യെസ്, എന്താണ്? ഇതെന്താ? ആ പറഞ്ഞോ, ആർക്കാണ്? എന്താണ് മക്കളെ? വെരി ഗുഡ്. അതെന്താ എഴുതിയത്? കാട് എന്നാണല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നത്? ആ ചിഹ്നങ്ങൾ വെച്ച് അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ? കാട്. ഓക്കെ. നെക്സ്റ്റ് എന്താ എഴുതുന്നത്? എന്താ ഇപ്പൊ എഴുതിയത് നോക്കിയേ മക്കള്. നെക്സ്റ്റ് ഇതെന്താ? പാടം. അവിടെ അടുത്ത് എന്താ ഉള്ളത്? പാടം എന്നുണ്ട്. ഓക്കെ. അപ്പൊ ആ എന്ന ചിഹ്നം എങ്ങനെയാ യൂസ് ചെയ്യുന്നത് കണ്ടോ മക്കള്? ആ ഇതാണ് ആ അക്ഷരം അല്ലെ? അക്ഷരം ഇതാണ്. നെക്സ്റ്റ് അതിന്റെ ചിഹ്നാണ് ഇത്. നെക്സ്റ്റ് കാ, മാ, ചാ, ടാ, താ. നെക്സ്റ്റ് കാട്, മാല, പാടം. ഉണ്ടോ ഒരുപാട് എഴുതുന്നത്? ഇനി എന്താ ഇത്? പാട്ട്. ഉണ്ടോ ഇവിടെ? പാട്ട്. പാട്ട്. നെക്സ്റ്റ് വൺ ആണ് ഇത്. ഈ എന്ന ചിഹ്നം നമ്മൾ പഠിച്ച രണ്ടാമത്തെ ചിഹ്നാണ് ഇത്. ഈ. ഓക്കെ, ഈ എന്ന ചിഹ്നം അല്ലേ? കണ്ടോ? കീ, ചീ, നെക്സ്റ്റ് ടീ, അടുത്ത തീ. ഓക്കെ, എക്സാമ്പിൾ ഒരുപാട് എഴുതുന്നുണ്ടല്ലേ? പി. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. കണ്ടോ മക്കളെ? ഇനി ചീയിൽ തുടങ്ങുന്ന ചിരി. നമ്മൾ പഠിച്ച ചിരി എഴുതി അല്ലേ? ചിരി, ചിരി. ഓക്കെ, ഇതെന്താ? ഓക്കെ, ഇപ്പൊ എഴുതി എന്താ മക്കളെ? എന്താ ഷാസിലെ വായിക്കുക? ഇത് നോക്കി വായിക്കണം കേട്ടോ നിങ്ങള്. വരി. അടുത്ത എന്താന്ന് നോക്കാം നമുക്കല്ലേ? എന്താണ് ആദ്യ? അരി. അൻവിത, ഇതെന്താ അൻവിത? ഉറി എഴുതിയല്ലേ? ഓക്കെ, ഉറി. ഉറി. അപ്പൊ അരി. നെക്സ്റ്റ് വൺ ഏതാ എഴുതി നമ്മള് ഇവിടെ? ദാ. ഉറി. ഈ എന്ന ചിഹ്നാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറി. ഇനി ഏതാണ് എഴുതുന്നത് നോക്കണേ ഇഷാനി? ഈ എന്ന ചിഹ്നം. ഇഷാനി എന്താ എഴുതിയ ഇപ്പോ? അടുത്ത് എന്താ എഴുതി നോക്കണേ? എന്താ എഴുതുക ഇഷാനി? കീ, ചീ, വായിച്ചു നോക്കിയേ. ഇതെന്താ ഇപ്പൊ എഴുതുന്നേ? പറഞ്ഞേ. ഇഷാനി പറഞ്ഞേ, ഇതെന്താ ഇപ്പൊ എഴുതിയത്? കാണുന്നില്ല ഇത്? മിസ് എന്തിനാ എന്നെ വിളിച്ചത്? ഇഷ
ഇഷാനിക്ക് കേൾക്കുന്നില്ലേ? ഇഷാനി ആദിയ ആരാ എന്നോട് ആയിഷ, ഇതെന്താ ആയിഷ? ഇതെന്താ വായിക്കുക ഇപ്പൊ എഴുതിയത്? കീരി. വെരി ഗുഡ്, കീരി. നെക്സ്റ്റ് എന്താ എഴുതുന്നേ നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചേ. തീര. നെക്സ്റ്റ് എന്താണ്? ആദിയ മധു എന്താ എഴുതിയത് ഇപ്പോ? ഇത് ഓക്കെ, തീരം. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? കണ്ടോ ചിഹ്നങ്ങള്? അപ്പൊ ആ എന്ന ചിഹ്നം കണ്ടു, ഈ എന്ന ചിഹ്നം കണ്ടു, ഈ എന്ന ചിഹ്നം കണ്ടു. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം അല്ലെ? അടുത്ത എന്താന്ന് എഴുതി നോക്കാം അല്ലേ? ഓക്കെ, കഴിഞ്ഞു അല്ലേ? ഓക്കെ, കണ്ടോ? കാ, ചാ, ടാ, താ, പാ. ഓക്കെ, ലുബാബ കാണുന്നില്ലേ? ലുബാബ ഉറക്കം വരുന്നുണ്ടോ? ഷിയ ഫാത്തിമ, മുഹമ്മദ് ഷഹലെ, ഷഹലെ വായിച്ചു. ഷഹലെ നോക്കിയേ ഓരോ അക്ഷരങ്ങളും. നിരാശ ഉണ്ടോ? മൊത്തം കാണിച്ചത് ദീർഘചിഹ്നം ചേർത്ത് പറയുന്ന കേട്ടോ. ചാ, താ എന്നിങ്ങനെ എഴുതാവുന്നതാണ്. ദീർഘചിഹ്നം ചേർത്ത് എഴുതാവുന്ന ഏതാനും വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാട്. കേൾക്കുന്നുണ്ടോ ഷഹലെ? ഈ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണിത്. ഇവിടെ ഓരോ വ്യഞ്ജനാക്ഷരത്തിന് ശേഷവും ഈയുടെ സ്വരചിഹ്നം ചേർത്ത് കി, ചി, ടി, തി എന്നിങ്ങനെ എഴുതാവുന്നതാണ്. ഈയുടെ ചിഹ്നം ചേർത്ത് എഴുതാവുന്ന ഏതാനും വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിരി, ഈ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണിത്. ഓരോ വ്യഞ്ജനാക്ഷരത്തിന് ശേഷവും ഈയുടെ സ്വരചിഹ്നം ചേർത്ത് കി, ചി, ടി, തി എന്നിങ്ങനെ എഴുതാം. ഈ സ്വരചിഹ്നം ചേർത്ത് എഴുതാവുന്ന ഏതാനും വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കീരി, ഈര,
ഇപ്പൊ എഴുതിയത് ഇരം നോക്കി വായിക്കണം. മീനം മീനം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ഓക്കെ, വീഡിയോകൾക്കായി അത്രേ അതിലുള്ളൂ അല്ലേ? നമ്മൾ ഊം കൂടെ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങൾ കണ്ടു അല്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ ഇന്നത്തെ കാര്യങ്ങള്? ഇന്നത്തെ പഠിച്ചതേ എന്തായി? മനസ്സിലായോ? ഓക്കെ, ഉറപ്പ് വന്നിട്ടേ ഉള്ളതല്ലേ? അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കേണ്ടി വരും അല്ലേ? വരുന്നില്ല, ഉറക്കം വരുന്നുണ്ട്. അതെയാ, ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടോ മക്കൾക്ക്? ഉറക്കം വരുന്നില്ല. ഇല്ലേ? നമുക്കൊരു പാട്ട് കേൾക്കാം. ഇന്നലെ കേട്ട പാട്ടാണ്. ഇന്നലെ കണ്ടു. എല്ലാരും ശ്രദ്ധിച്ചോ പാട്ട്? അമ്മേ അമ്മേ അമ്പിളി മാമൻ ആലിൻ കൊമ്പത്താകാശത്തുണ്ടോ? ഇക്കര ചക്കര മാവിൻ കൊമ്പത്ത് ഈണത്തിൽ പാടും താളത്തിൽ പാടും കുഞ്ഞിക്കാറ്റുണ്ടോ? കുഞ്ഞിക്കാറ്റുണ്ടോ? ആരും അതിലെ ലയിക്കാത്തെ? ഉറക്കു പോട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചേ പാട്ട്. ഉത്തരം തന്നാൽ ഉമ്മയും തന്നാൽ ഊഞ്ഞാലിലാടി വരാം, ഊരെല്ലാം ചുറ്റി വരാം. ഉത്തരം തന്നാൽ ഉമ്മയും തന്നാൽ ഊഞ്ഞാലിലാടി വരാം, ഊരെല്ലാം ചുറ്റി വരാം. എന്നോട് കയ്യിൽ എന്തെല്ലാം ഉള്ളതെന്നോ? എന്നോട് കയ്യിൽ എന്തെല്ലാം ഉള്ളതെന്നോ? ഏതോ പൂവല ഏതേതോ പൂവല ഏഴിലം പൂക്കളാണേ. ഏതോ പൂവല ഏതേതോ പൂവല ഏഴിലം പൂക്കളാണേ. ഐലേസ ഒറ്റത്തുമ്പി ഓണത്തുമ്പി ഓലത്തുമ്പത്തോലക്കം ഞാലക്കം തൊട്ടു കളിച്ചിടാം. ഒറ്റത്തുമ്പി ഓണത്തുമ്പി ഓലത്തുമ്പത്തോലക്കം ഞാലക്കം തൊട്ടു കളിച്ചിടാം. അമ്പരമേട്ടിൽ അങ്ങേ കുന്നു അമ്പരമേട്ടിൽ അങ്ങേ കുന്നിൽ അമ്മേ അമ്പിളി അമ്മാവൻ അമ്പിളി മാമൻ. അമ്മേ അമ്പിളി അമ്മാവൻ അമ്പിളി മാമൻ. അമ്പിളി മാമൻ അമ്പിളി മാമൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ്? ഇഷ്ടപ്പെട്ടു. ഉറക്കു പോയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ, ഉറക്കൊക്കെ പോയ എല്ലാവർക്കും പോയി അല്ലേ?
അപ്പൊ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നുകൂടി വെക്കണോ? ഓക്കേ. എല്ലാരും ആടി കളിക്കണേ. എന്നാലേ നല്ല ഉഷാറിൽ കളിച്ചേ എല്ലാരും. അമ്മേ അമ്പി അമ്പിളി മാമൻ ആ ആ ആലിൻ കൊമ്പത്താകാശത്തുണ്ടോ ഇക്കര ചക്കര മാവിൻ കൊമ്പത്ത് ഈണത്തിൽ പാടും താളത്തിൽ പാടും കുഞ്ഞിക്കാറ്റുണ്ടോ കുഞ്ഞിക്കാറ്റുണ്ടോ ഓലത്തുമ്പത്തോലക്കം ഞാലക്കം തൊട്ടുകളിച്ചീടാ ഓ ഓ ഒറ്റത്തുമ്പി ഓ ഓ ഓണത്തുമ്പി ഓലത്തുമ്പത്തോലക്കം ഞാലക്കം തൊട്ടുകളിച്ചീടാ അമ്പരമേട്ടിൽ ആ ആ അങ്ങേ കുന്നിൽ അമ്പരമേട്ടിൽ ആ ആ അങ്ങേ കുന്നിൽ അമ്മേ അമ്പിളി അമ്മാവൻ അമ്പിളി മാമൻ അമ്മേ അമ്പിളി അമ്മാവൻ അമ്പിളി മാമൻ അമ്പിളി മാമൻ. ഓക്കേ, അപ്പൊ കഴിഞ്ഞു കേട്ടോ മക്കളെ. ഓക്കെ, ബൈ. സമയം കഴിഞ്ഞു കേട്ടോ. ബൈ. ബൈ.